ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽസ് ആയിട്ടാണ്. അതായത് ടീനേജേഴ്സിനും കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ 3 പാർട്ടായിട്ട് ഹെയറിന് നമ്മൾ മടഞ്ഞതുപോലെ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കോർത്ത് എടുക്കലാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ. ഇതിനെ ഫ്രഞ്ച് പ്ലേറ്റ് എന്നാണ് പറയുക. അതായത് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു നാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെറുതായി എടുക്കാം. എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് മുടി കുറച്ച് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ ലെയർ എത്രമാത്രം നല്ല വൃത്തിയിലാകുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒന്നാമത് എൻ്റെ ഹെയർ ഓയിലി ആയതുകൊണ്ട് തന്നെ അത്ര വലിയ വൃത്തി കാണാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ഓയിൽ തേച്ചിട്ടുള്ള ഓയിൽ തേക്കാണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായി നിൽക്കും. പിന്നെ കെട്ടി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വലിച്ചതാണ് ഇങ്ങനെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നീറ്റിൽ നിൽക്കും കേട്ടോ. അതേപോലെ നെക്സ്റ്റ് സൈഡ് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ഇതേപോലെ നമ്മൾ മെടയില്ലേ, നമ്മൾ സാധാരണ മെടയുന്നത് പോലെ മെടഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഓരോരോ ലെയറായിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതായി എടുക്കലാണ്. അത്രമാത്രം ചെറുതാക്കി എടുക്കുന്നു അത്രമാത്രം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയിലുണ്ടാവും. ഇത് കുറച്ച് ഞാൻ വെളിങ്ങനെയാണ് എടുത്തത്, അതുകൊണ്ട് തട്ട് കുറച്ച് കുറവായിരിക്കും. കുറച്ച് ചെറുങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. കാരണം എൻ്റെത് തട്ട് കുറയും. കാരണം വെച്ചാൽ എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓരോ സംഭവം ട്രൈ ചെയ്തിട്ടാണ്. റോസ്മേരീൻ്റെ വീഡിയോസൊക്കെ കണ്ടില്ലേ, അത് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ച് മുടി ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് തന്നെ പിന്നെ അന്ന് ഒന്നാമത് വെളിച്ചെണ്ണ പറ്റാന്ന് ആ ഒരു തട്ടൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിൾ, നമുക്ക് കുർത്തീൻ്റെ കൂടെയും എല്ലാ പിന്നെ ഡ്രസ്സിൻ്റെയും കൂടെയും ഈ ഒരു ഹെയർ സ്റ്റൈൽ മാച്ചാകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ഓയിൽ ഹെയറിൽ വെക്കാതിരിക്കുക കേട്ടോ. എൻ്റെത് പിന്നെ ഓയിലി ഹെയർ ആയതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാനില്ലേ ഒരേ പാർട്ടീഷൻസ് തന്നെയാണ് എടുക്കുന്നത്. അതായത് നടുപ്പഴുപ്പ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ പഫ് കെട്ടാൻ ഇന്ന് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ട് തോന്നലുണ്ട്. പക്ഷേ എനിക്ക് പണ്ടേ പഫ് നല്ല വൃത്തിയിൽ കിട്ടാറുണ്ട്. പക്ഷേ കുറച്ച് എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പഫ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഈ പഫ് വാങ്ങിക്കുന്ന ഞങ്ങൾക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോകുമ്പോൾ വേഗം കുത്തിയിട്ട് ഒറ്റ ഓട്ടോടോ കേട്ടോ. അല്ലാണ്ട് ഈ പഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയാന്ന് എല്ലാവർക്കും അറിയാം. പണ്ടൊന്നും ഞാൻ ഈ പഫൊന്നും വെക്കാറില്ല. എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നാക്കിലാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആവുന്നില്ല ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ആകുന്നത്, എന്താണെന്നറിയില്ല സംഭവം. ഇപ്പോൾ എന്നിട്ട് ഇപ്പുറം ഞാൻ ബാൻഡ് ചെയ്തിട്ട് ഉള്ളിലെ കൂടി മുടിയിട്ട് വേറൊരു സ്റ്റൈലാക്കി കിട്ടും കേട്ടോ. ഇത് പക്ഷേ എനിക്ക് അത്ര വലിയ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ മുന്നിൽ നിന്ന് കുറച്ച് മുടി ഹാങ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ ബാൻഡ് ഇട്ടിട്ട് ഇതേപോലെ കെട്ടിയിട്ടാണ് പോക്ക്. പിന്നെ എൻ്റെ മുടി കുറച്ച് ഷോർട്ടാണല്ലോ, അതുകൊണ്ട് ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി ഹാങ് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ടീനേജേഴ്സിന് കോളേജ് സ്റ്റുഡൻസിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ സ്ഥിരം എൻ്റെ റീൽസിനായാലും എല്ലാം ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. ഇത് കെട്ടാൻ വല്ല പണിയൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാം. അതായത് കുറച്ച് മുടി ഇങ്ങനെ മുകളിലോട്ട് വാരിയിട്ട് അവിടെ ബാൻഡ് ചെയ്യാം. ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ മുടിയിട്ടാൽ നന്നായി വൃത്തി ഉണ്ടാകും. അതേപോലെ നമ്മുടെ ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈലാണ്. പിന്നെ നല്ലൊരു സ്റ്റെപ്പ് കട്ടോ യു കട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലും ടീനേജേഴ്സ് സമയമൊക്കെ ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഈ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് പണ്ടേ അമ്മ എനിക്ക് മുടി ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അതായത് മുന്നിൽ നിന്ന് ചെറിയ പാർട്ടീഷൻസ് ആക്കി ഇതേപോലെ ബാൻഡ് ഇട്ടരും, ബാക്കിയുള്ള മുടി ഇതേപോലെ വിരുത്തി വെക്കും. ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിയ ടഫൊന്നുമല്ല. എന്നാലും ഇതൊക്കെ ഞാൻ കാണിച്ചെന്ന എല്ലാ ഹെയർ സ്റ്റൈലും ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽസാണ്. അതായത് സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഹെയർ സ്റ്റൈൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ഒരു കണ്ടുപിടിച്ചതെന്നല്ല, എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയ ഒരു ഹെയർ സ്റ്റൈലാണിത്. റീൽസിലൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട്ടത്തെല്ലാം നല്ല കംഫർട്ടബിളായിട്ടിരിക്കും, ജീൻസിൻ്റെ കൂടെ ഒക്കെ മാച്ചാവും. അപ്പോൾ ഹെയർ സ്റ്റൈൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോന്ന് എത്രയും ബൈ.